Hello, good morning students. നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെ വിശ്വസിക്കുന്നു. I'm really missing you all. Anyways, welcome once again to my chemistry class. ഇന്ന് നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കണ്ടക്റ്റൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസ് ആണ്. കണ്ടക്റ്റൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസ്. അപ്പം നമ്മൾ ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ ഈ കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മെറ്റാലിക് കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏത് വിഭാഗത്തിൽ വരുന്ന ഒരു കണ്ടക്ടർ എടുത്താലും that conductor will offer some kind of resistance to the flow of electric current. ഏത് തരത്തിലുള്ള കണ്ടക്ടർ ആണെങ്കിലും അത് ഈ ഇലക്ട്രിക് കറണ്ടിനെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അതിൻ്റെ ഫ്ലോയിനെ ഒപ്പോസ് ചെയ്യും. ഈ opposition to the flow of electric current is what we call resistance. ഇത് നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. Opposition to the flow of electric current is called resistance R. ഈ റെസിസ്റ്റൻസിനെ സാധാരണ നമ്മൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം ആണ്. ഓം is the unit of resistance. അപ്പോൾ in the case of metallic conductors, the resistance R is found to be directly proportional to length of the conductor and inversely proportional to area of cross section. അതായത് മെറ്റാലിക് കണ്ടക്ടർ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ and inversely proportional to area of cross section. Otherwise you can write that this is equal to a proportionality constant rho into L by A. ഈ proportionality constant നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ പേര് നിങ്ങൾക്ക് അറിയാം, it's called specific resistance അല്ലെങ്കിൽ അതിനെ നമ്മൾ resistivity എന്ന് പറയും. അപ്പോൾ ഈ ഇക്വേഷനിൽ R will be equal to rho when L is equal to 1 meter and area is equal to 1 meter square. അതായത് 1 മീറ്റർ നീളവും 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെയാണ് നമ്മൾ റോ അഥവാ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ കണ്ടക്ടർ ഓഫ് ലെങ്ത് 1 മീറ്റർ ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 മീറ്റർ സ്ക്വയർ. ഈ ഡയമെൻഷൻ അതായത് 1 മീറ്റർ നീളവും 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു മെറ്റാലിക് കണ്ടക്ടർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കണ്ടക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ സ്പെസിഫിക് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ ഇക്വേഷനിൽ നിന്ന് റോ ഇസ് ഈക്വൽ ടു R ഇൻറ്റു A ബൈ L എന്ന് കാണാം. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ആണ്. മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ എന്ന് വരും. സോ ഇതിൻ്റെ യൂണിറ്റ് ഇസ് ഓം മീറ്റർ ആണ്. ഓം മീറ്റർ SI യൂണിറ്റ് ആണ്. റോയുടെ SI യൂണിറ്റ് ഇസ് കോൾഡ് ഓം മീറ്റർ. ഇനി നമ്മൾ ഈ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ഇസ് നോൺ ആസ് കണ്ടക്റ്റൻസ് എന്ന് പറയും. 1 by R. This is the reciprocal of resistance. It is denoted by the letter G. ഇതിനെയാണ് നമ്മൾ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടക്റ്റൻസിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ദ ഈസ് വിത്ത് വിച്ച് കറന്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ. അതായത് എത്ര എളുപ്പത്തിൽ ഒരു കണ്ടക്ടറിലൂടെ കറണ്ടിന് കടന്നു പോകാം, അതിൻ്റെ മെഷറാണ് നമ്മൾ ഈ പറയുന്ന കണ്ടക്റ്റൻസ്. സോ കണ്ടക്റ്റൻസ് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് റോ ഇൻറ്റു എൽ ബൈ എ ആണ്. സോ 1 by R ഇസ് ഈക്വൽ ടു 1 by റോ ഇൻറ്റു എ ബൈ എൽ ആണ്. സോ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇത് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ ആയതുകൊണ്ട് ദ യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ് ഇസ് യൂഷ്വലി ഓം ഇൻവേഴ്സ് ആണ്. ഓം ഇൻവേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ ഇറ്റ് ഇസ് നോൺ ആസ് മോ എന്നറിയപ്പെടുന്നു. ഓം ഇൻവേഴ്സ് അല്ലെങ്കിൽ മോ. ആക്ച്വലി ദി SI യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ് ഇസ് കോൾഡ് സീമൻ. സീമൻ ആണ് കണ്ടക്റ്റൻസിൻ്റെ SI യൂണിറ്റ്. സോ SI യൂണിറ്റ് ഓഫ് കണ്ടക്റ്റൻസ് ഇസ് കോൾഡ് സീമൻ. അപ്പോൾ സീമൻ അല്ലെങ്കിൽ കണ്ടക്റ്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്. മാത്തമാറ്റിക്കലി അത് റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ ആണ്. അതല്ലെങ്കിൽ യു കെൻ സേ ദാറ്റ് ഇറ്റ്സ് ദ ഈസ് വിത്ത് വിച്ച് current flows through a conductor is known as conductance എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ 1 by rho എന്ന് പറയുന്ന term, the reciprocal of resistivity, 1 by rho is represented as kappa into A by L. അപ്പോൾ the reciprocal of resistivity is represented as kappa. ഇതിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ കണ്ടക്ടിവിറ്റി ഈസ് ആക്ച്വലി ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. സോ യു കൻ റീറൈറ്റ് ദിസ് എക്സ്പ്രഷൻ ആസ് G is equal to
kappa into A by N. അപ്പോൾ നിങ്ങളുടെ ഇക്വേഷനിൽ A 1 meter squared, L 1 meter ആയി കഴിഞ്ഞാൽ G will be equal to kappa. അതായത് you can define conductivity as a conductance of a conductor having length 1 meter and area of cross section 1 meter square. 1 മീറ്റർ നീളവും 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു കണ്ടക്ടറിന്റെ കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ യൂണിറ്റ് എന്തായിരിക്കും? കപ്പ ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു എൽ ബൈ എ. ജിന്റെ യൂണിറ്റ് സീമൻ ആണ്. Meter by meter square എന്ന് വരുമ്പോൾ it is Siemen meter inverse. So kappa is expressed in the unit of Siemen meter inverse. ഇത്രയും നേരം we were talking about metallic conductors. അപ്പോൾ മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു 1 മീറ്റർ നീളവും 1 മീറ്റർ സ്ക്വയർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു കണ്ടക്ടറിന്റെ കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ കാപ്പ അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ വി ആർ കൺസേൺ വിത്ത് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ്. ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് 1 മീറ്റർ നീളം 1 മീറ്റർ സ്ക്വയർ ഏരിയ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് kappa അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ കണ്ടക്റ്റൻസ് ഓഫ് 1 meter cube electrolyte solution. 1 meter cube electrolyte solution എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ക്യൂബിനെ കൺസിഡർ ചെയ്യുക. ഈ ക്യൂബിന്റെ ഡയമെൻഷൻസ് എല്ലാം 1 മീറ്റർ ആണ്. 1 മീറ്റർ ലെങ്ത്, 1 മീറ്റർ ബ്രെഡ്ത്ത്, 1 മീറ്റർ ഹൈറ്റ്. സോ ഇതിന്റെ വോള്യൂം ആണ് 1 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു ക്യൂബിനകത്ത് നിങ്ങൾ ഒരു ഇലക്ട്രോലൈറ്റിനെ നിറച്ച് വെക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള ഇലക്ട്രോലൈറ്റിന് 1 മീറ്റർ ക്യൂബ് എന്ന വോള്യൂമിനകത്തുള്ള ഇലക്ട്രോലൈറ്റ് ഓഫർ ചെയ്യുന്ന കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ഫോർ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് ഇറ്റ് ഈസ് ദി കണ്ടക്റ്റൻസ് ഓഫേർഡ് ബൈ 1 മീറ്റർ ക്യൂബ് ഓഫ് ഇലക്ട്രോലൈറ്റ്. സോ ഇപ്പം കണ്ടക്റ്റൻസുമായി ബന്ധപ്പെട്ട ടേമുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഒരു ടേമും കൂടെ ഉണ്ട്. വി ഹാവ് ടു ഡിഫൈൻ വൺ മോർ ടേം. ഇറ്റ്സ് കോൾഡ് മോളാർ കണ്ടക്ടിവിറ്റി. ഇലക്ട്രോലൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ കണ്ടക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു ടേമാണ് മോളാർ കണ്ടക്ടിവിറ്റി, വിച്ച് ഇസ് ഡിനോട്ടഡ് ആസ് ലാംഡ എം. ഈ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് 1 mole ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. അതായത് 1 മോൾ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ഒക്കെ ഉണ്ടാവും. ആ 1 മോൾ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനകത്തുള്ള അയോണുകളുടെ കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ കണ്ടക്ടിവിറ്റി ഓഫേർഡ് ബൈ 1 mole ഓഫ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. സോ മാത്തമാറ്റിക്കലി യു ക്യാൻ എക്സ്പ്രസ് ദിസ് ആസ് ഈക്വൽ ടു കപ്പ ഇൻടു 1000 by m. സോ ഇതിന്റെ മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നില്ല, ഇക്വേഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു കപ്പ ഇൻടു 1000 by m. കപ്പ എന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റിയാണ്, എം എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഇൻ ടേംസ് ഓഫ് മോളാരിറ്റിയാണ്. സോ യു കൻ റീറൈറ്റ് ദിസ് ഇക്വേഷൻ ആസ് ഈക്വൽ ടു കപ്പ ഇൻടു വി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വി ഈസ് ദി വോളിയം. ഈ ടേമിനെയാണ് നമ്മൾ വി ആയിട്ട് എഴുതിയിട്ടുള്ളത്. സോ വി ഈസ് ആക്ച്വലി ദി വോളിയം ഓക്യുപ്പൈഡ് ബൈ 1 mole ഇലക്ട്രോലൈറ്റ്. 1 mole ഇലക്ട്രോലൈറ്റിന്റെ വോളിയൂമിനെയാണ് നമ്മൾ വി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ യൂണിറ്റ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇത് ഈ കണ്ടക്ടിവിറ്റിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സീമൻ പെർ മീറ്റർ ആണ്. പിന്നെ മൊളാരിറ്റി ആണ്, അത് മോൾ പെർ ലിറ്റർ ആണ്. മോൾ ലിറ്റർ റേസ് ടു -1 ആണ്. പിന്നെ ലിറ്ററിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു മോൾ പെർ മീറ്റർ ക്യൂബ്. മോൾ പെർ ലിറ്റർ ആണ്. ലിറ്ററിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ക്യൂബ് ആയതുകൊണ്ട് ഇറ്റ് ഇസ് മോൾ പെർ മീറ്റർ ക്യൂബ്. അപ്പം ഇതിനെ മോളിലോട്ട് കൊണ്ടുവന്നാൽ യു ഹാവ് സീമൻ meter inverse meter cube mole inverse എന്ന് വരും. So the unit is Siemen meter square per mole. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റിയുടെ SI യൂണിറ്റ് ആണ് സീമൻ മീറ്റർ സ്ക്വയർ പെർ മോൾ. അപ്പോൾ ഇതിന് സാധാരണ നമ്മൾ മീറ്ററിന് പകരം ചിലപ്പോൾ നമ്മൾ സെന്റിമീറ്ററും ഉപയോഗിച്ച് കാണാറുണ്ട്. സോ യു ക്യാൻ യൂസ് സെന്റിമീറ്റർ ഓൾസോ. ചില കേസുകളിൽ വി യൂസ് സെന്റിമീറ്റർ, അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. So we were talking about conductance of electrolytic solutions. അതിൽ 2 terms ആണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഒന്ന് കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 1 മീറ്റർ ക്യൂബ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ്റെ കണ്ടക്ടിവിറ്റി. 1 മീറ്റർ ക്യൂബ് ഡയമെൻഷൻസ് ഉള്ള ഒരു ക്യൂബിനകത്ത് ഇലക്ട്രോലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടക്ടിവിറ്റിയാണ് നമ്മൾ കപ്പ എന്ന് പറയുന്നത്. പിന്നെ വി ഹാവ് ഡിഫൈൻഡ് എ ടേം കോൾഡ് മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 1 മോൾ ഇലക്ട്രോലൈറ്റിൻ്റെ കണ്ടക്ടിവിറ്റിയാണ്. അതിനെ മാത്തമാറ്റിക്കലി എക്സ്പ്രസ് ചെയ്യുന്ന 2 ഇക്വേഷൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി we should go on to the measurement of conductivity.
എങ്ങനെ നമുക്ക് കണ്ടക്ടിവിറ്റിയെ മെഷർ ചെയ്യാം? കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ കാപ്പയാണ്. കാപ്പ ഇസ് ഈക്വൽ ടു 1/r ഇൻറ്റു L ബൈ എ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കണ്ടക്ടിവിറ്റിനെ മെഷർ ചെയ്യാനാണ് നമ്മളുടെ അടുത്ത സ്റ്റെപ്പ്. നോക്കൂ, ഈ കണ്ടക്ടിവിറ്റി എന്ന ടേം അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്ന ക്വാണ്ടിറ്റിയെ നമുക്ക് നേരിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. വി കെ നോട്ട് മെഷർ കണ്ടക്ടിവിറ്റി ഡയറക്റ്റ്ലി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് പകരം വി ആർ മെഷറിങ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് കണ്ടക്ടിവിറ്റി നമുക്ക് നേരിട്ട് അളക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കും. അതിനുശേഷം അതിന് L by A എന്ന ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് യു ഗെറ്റ് കണ്ടക്ടിവിറ്റി. സോ ദാറ്റ് ഈസ് അവർ എയിം ടു ഡിറ്റർമിൻ കണ്ടക്ടിവിറ്റി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യണം. കണ്ടക്ടിവിറ്റി നേരിട്ട് മെഷർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇലക്ട്രോലൈറ്റിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യും. അത് വെച്ചിട്ട് നമ്മൾ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കും. അപ്പോൾ ഈ റെസിസ്റ്റൻസിൻ്റെ മെഷർമെൻറ്റിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് ആണ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ്. റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസിൻ്റെ പേരാണ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ്. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക വെച്ചാൽ, മെറ്റാലിക് കണ്ടക്ടർ ആണെങ്കിൽ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിന് 4 ആമുകളുണ്ട്. അതിലൊരു ആമിലേക്ക് നമ്മൾ റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന കണ്ടക്ടറെ കണക്ട് ചെയ്യും. ദാറ്റ്സ് എ യൂഷ്വൽ പ്രൊസീജിയർ. പക്ഷേ ഇവിടെ നിങ്ങളുടെ കണ്ടക്ടർ എന്ന് പറയുന്നത് ഒരു മെറ്റൽ അല്ല, അതിന് പകരം ഇറ്റ്സ് ആൻ ഇലക്ട്രോലൈറ്റ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ, പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ചാൽ, മെറ്റലിന് കണക്ട് ചെയ്യുന്ന പോലെ ഒരു സൊല്യൂഷനെ നമുക്ക് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിലേക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനും നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട്. നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ആ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷനെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെല്ലിനകത്ത് നിറയ്ക്കണം. എന്നിട്ട് ആ സെല്ലിനെ നമ്മൾ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിലോട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓർക്കും. കണ്ടക്ടിവിറ്റി നമുക്ക് മെഷർ ചെയ്യണം, അത് നേരിട്ട് മെഷർ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ റെസിസ്റ്റൻസ് മെഷർ ചെയ്യും. ആ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഡിവൈസാണ് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ്. അപ്പോൾ നമ്മളുടെ സാധനം ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതിന് നേരിട്ട് വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇലക്ട്രോലൈറ്റിനെ നമ്മളൊരു സ്പെഷ്യൽ സെൽ കണ്ടക്ടിവിറ്റി സെല്ലിനകത്ത് നിറച്ചിട്ട് കണ്ടക്ടിവിറ്റി സെല്ലിനെ നമ്മൾ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിലോട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഈ കണ്ടക്ടിവിറ്റി സെൽ എന്താണെന്ന് പറയാം, അതിന് പല ടൈപ്പ് ഓഫ് കണ്ടക്ടിവിറ്റി സെൽസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തുള്ള ഒരു ടൈപ്പിനെയാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അതിനിങ്ങനെ 2 ഇലക്ട്രോഡുകളുണ്ട്. 2 ഇലക്ട്രോഡുകളുണ്ട്. യു ഹാവ് 2 ഇലക്ട്രോഡ്സ് ഹിയർ. ബോത്ത് ഓഫ് ദം ആർ പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ആണ്. ഇത് കണക്റ്റിംഗ് വയേഴ്സ് ആണ്. കണക്റ്റിംഗ് വയേഴ്സ് ഉണ്ട്. ദിസ് ഈസ് യുവർ കണ്ടക്ടിവിറ്റി സെൽ. ഇതിനകത്ത് നമ്മൾ ഇലക്ട്രോലൈറ്റിനെ നമ്മൾ നിറച്ച് വയ്ക്കുന്നു. പിന്നെ യു ഹാവ് ടു ഹാവ് എ തെർമോസ്റ്റാറ്റ് വേണം. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വയ്ക്കാൻ ഇതിൻ്റെ തെർമോസ്റ്റാറ്റിലാണ് നമ്മൾ ഇറക്കി വയ്ക്കുന്നത്. കാരണം ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് നമ്മളുടെ റെസിസ്റ്റൻസിൽ മാറ്റം ഉണ്ടാവും. സോ അത് തെർമോസ്റ്റാറ്റിൽ ഇറക്കി വയ്ക്കണം. സോ ദിസ് ഈസ് യുവർ കണ്ടക്ടിവിറ്റി സെൽ. കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ പ്രത്യേകത നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽ which is made of Pyrex glass. Pyrex glass ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഗ്ലാസ് ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് പൈറക്സ് ഗ്ലാസ് വെച്ചിട്ടാണ്. നമുക്ക് 2 പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ഉണ്ട്. ദേ ആർ കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക്. അപ്പോൾ ഈ ഇലക്ട്രോഡുകൾ തമ്മിലുള്ള അകലം L മീറ്റർ ആണ്. ആൻഡ് അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പിന്നെ A meter square. So they are separated by distance L, area of cross section A meter square. ഇപ്പോൾ സെന്റിമീറ്റർ ആണെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയും. അപ്പോൾ ഇതാണ് ഈ കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ കൺസ്ട്രക്ഷൻ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മളുടെ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിലോട്ട് നമ്മൾ ഈ കണ്ടക്ടിവിറ്റി സെല്ലിനെ നമ്മൾ കണക്ട് ചെയ്യും. അപ്പോൾ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് എങ്ങനെയാണ് പറയുന്നത്? അപ്പോൾ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിന് ഇതുപോലെ 4 ആമുകളാണ്. 4 ആം എന്ന് പറഞ്ഞാൽ എന്താ, കൈ പോലെ 1 2 3 4 4 ആംസ് ആണുള്ളത്. അതിൽ ഇതാ നമ്മളുടെ നമുക്ക് 4 റെസിസ്റ്റൻസുകൾ നിങ്ങൾ കാണാം. അതിൽ ഈ R3 R4 2 നോർമൽ റെസിസ്റ്റൻസുകളാണ്. ഈ R1 എന്ന് പറയുന്നത് ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇറ്റ്സ് എ വേരിയബിൾ റെസിസ്റ്റൻസ്. ഓക്കെ, ഈ 4ാമത്തെ ആമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ 4ാമത്തെ ആമിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കണ്ടക്ടിവിറ്റി സെല്ലിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ആ കണ്ടക്ടിവിറ്റി സെല്ലിനകത്താണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഉള്ളത്. ആ ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ്റെ റെസിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ R2 ഇസ് യുവർ അൺനോൺ റെസിസ്റ്റൻസ്. ബാക്കി എല്ലാത്തിൻ്റെയും റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്കറിയാം. R1 അറിയാം, R3 അറിയാം, R4 അറിയാം.
അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് റെസിസ്റ്റൻസ് ഉണ്ട്, R3 R4. R1 എന്ന് പറയുന്നത് ഒരു വേരിയബിൾ റെസിസ്റ്റൻസ് ആണ്. നമ്മൾ R2 എന്ന് പറയുന്നത് ദിസ് ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ. ഇവിടെയാണ് നമ്മൾ കണ്ടക്ടിവിറ്റി സെല്ലിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടക്ടിവിറ്റി സെല്ലിനകത്ത് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ആ ഇലക്ട്രോലൈറ്റിന്റെ റെസിസ്റ്റൻസ് ആണ് R2, വിച്ച് ഇസ് അൺനോൺ. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് പാസ് ചെയ്യുന്നു. ഓൾട്ടർനേറ്റിംഗ് AC ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ DC ഡയറക്റ്റ് കറണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബ്രിങ് അബൌട്ട് ഇലക്ട്രോളിസിസ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. ഈ ഇലക്ട്രോലൈറ്റിന്റെ ഇലക്ട്രോളിസിസ് നടക്കും. ഇലക്ട്രോളിസിസ് നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അതിന്റെ കോൺസെൻട്രേഷൻ മാറും. കോൺസെൻട്രേഷൻ മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് റെസിസ്റ്റൻസും മാറും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DCക്ക് പകരം AC ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ DC ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ഈ ചേഞ്ചസ് ഉണ്ടല്ലോ, അതിനൊരു വാക്ക് നമ്മൾ പറയും പോളറൈസേഷൻ എഫക്ട്സ്. Polarization effects. Polarization effects are the effects produced while using direct current. Direct current ഉപയോഗിച്ചാൽ എന്തൊക്കെ ഉണ്ടാവും? ഇലക്ട്രോലൈറ്റ് ഇലക്ട്രോലൈസ് ചെയ്യും, അതിന്റെ കോൺസെൻട്രേഷൻ മാറും, കോൺസെൻട്രേഷൻ മാറിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസും മാറും. ഈ മൊത്തം ചേഞ്ചുകൾക്കാണ് പോളറൈസേഷൻ എഫക്ട്സ് എന്ന് പറയുന്നത്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ DCക്ക് പകരം ഡയറക്റ്റ് കറണ്ടിന് പകരം ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ഉപയോഗിച്ചിരിക്കുന്നത്, AC ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ R1 എന്ന വേരിയബിൾ റെസിസ്റ്റൻസ് നമ്മൾ വേരി ചെയ്യും. അതിൻ്റെ വാല്യൂ വേരി ചെയ്തിട്ട് ദിസ് ഇസ് ഡിറ്റക്ടർ, നൾ പോയിന്റ് ഡിറ്റക്ടർ ആണ്. അതിൻ്റെ യൂസ് ഗാൽവനോമീറ്റർ ഉപയോഗിക്കാം. ഇപ്പോൾ മോഡേൺ ഇതിൽ നമ്മൾ ഡിറ്റക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് സീറോ ഡിഫ്ലക്ഷൻ, ഗാൽവനോമീറ്ററിൽ സീറോ ഡിഫ്ലക്ഷൻ വരത്തക്ക രീതിയിൽ R1ൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യും. ഈ വേരിയബിൾ റെസിസ്റ്റൻസ് R1 അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഡിറ്റക്ടറിൽ സീറോ നൾ പോയിന്റ്, അതായത് സീറോ ഡിഫ്ലക്ഷൻ വരത്തക്ക രീതിയിൽ R1ൻ്റെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യും. നൾ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നൾ പോയിന്റ് എന്ന് വെച്ചാൽ അതിൽ സീറോ ഡിഫ്ലക്ഷൻ വരുന്ന പോയിന്റ് ആണ് നൾ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ R1 അഡ്ജസ്റ്റ് ചെയ്തിട്ട് യു ക്യാൻ ഒബ്റ്റെയിൻ നൾ പോയിന്റ്. അപ്പോൾ നൾ പോയിന്റിൽ നിൽക്കുന്ന സമയത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിന്റെ പ്രിൻസിപ്പിൾ പ്രകാരം R1 by R2 will be equal to R3 by R4. So Wheatstone's bridge's principle adana at null point R1 by R2 will be equal to R3 by R4. ഇതിൽ നിങ്ങൾക്ക് R1 അറിയാം, R3 അറിയാം, R4 അറിയാം. അതുകൊണ്ട് you can calculate R2. R2 is equal to R1 R4 by R3. ഈ ഫോർമുല വെച്ചിട്ട് you can calculate the unknown resistance R2. അതാണ് ഇവിടെ നമ്മൾ R എന്ന് പറയുന്നത്. ഇലക്ട്രോലൈറ്റ് സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി നമുക്കൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഇലക്ട്രോലൈറ്റ് സൊല്യൂഷന്റെ റെസിസ്റ്റൻസ് മാത്രം പോരാ, നമുക്ക് L/A എന്ന ടേം കൂടി വേണം. ഈ L/A എന്ന ടേമിന്റെ പേരാണ് സെൽ കോൺസ്റ്റന്റ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ G star എന്ന ലെറ്ററാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സെൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ L/A വാല്യൂ ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ലെങ്ത്, ആ ഇലക്ട്രോഡുകൾ തമ്മിലുള്ള അകലം കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് അതിന്റെ റേഷ്യോ L/A ഇസ് കോൺസ്റ്റന്റ് ഫോർ എ ഗിവൻ സെൽ. സോ ഇറ്റ്സ് കോൾഡ് എ സെൽ കോൺസ്റ്റന്റ്. അപ്പോൾ ഈ സെൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ അറിയാമെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ കപ്പ കണ്ടുപിടിക്കാം. ഈ സെൽ കോൺസ്റ്റന്റ് നമുക്ക് ഒരു ഗിവൻ സെല്ലിന്റെ സെൽ കോൺസ്റ്റന്റ് നമ്മൾ ഒരു വർഷം കണ്ടുപിടിച്ചാണ്. പിന്നെ ഏത് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷന്റെയും റെസിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കും. അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ടു ഡിറ്റർമിൻ L/A, ആ പർട്ടിക്കുലർ സെല്ലിന്റെ L/A ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ മെഷറിംഗ് ദ റെസിസ്റ്റൻസ് ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഓഫ് നോൺ കപ്പ വാല്യൂ. കപ്പ വാല്യൂ അറിയാവുന്ന ഒരു ഇലക്ട്രോലൈറ്റിനെ നമ്മൾ കണ്ടക്ടിവിറ്റി സെല്ലിൽ നിറച്ച് വെച്ചിട്ട് നമ്മൾ അതിന്റെ റെസിസ്റ്റൻസ് കാണും. അപ്പോൾ കപ്പ വാല്യൂ അറിയാവുന്ന ഒരു സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ ഉള്ളത് N/50 KCl സൊല്യൂഷൻ ഉണ്ട്. അതിന്റെ at 25 degrees Celsius അതിന്റെ കപ്പ വാല്യൂ is equal to 0.0022765. I hope that is the correct value. 2765 ആണെന്ന് തോന്നുന്നു അതിന്റെ കറക്റ്റ് വാല്യൂ, somewhere close to this. അപ്പോൾ ആ പിന്നെ അതിന്റെ കണ്ടക്ടിവിറ്റി വാല്യൂ നമുക്കറിയാം 25 ഡിഗ്രി സെൽഷ്യസിൽ അതിന്റെ കണ്ടക്ടിവിറ്റി സപ്പോസ് അത് ഇതാണെന്ന് വിചാരിക്കും 0.0027665, somewhere close to this. അപ്പോൾ അതിന്റെ കണ്ടക്ടിവിറ്റി വാല്യൂ നമുക്കറിയാം. നമ്മൾ ഇലക്ട്രോലൈറ്റിനെ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജിൽ വെച്ചിട്ട് R കണ്ടുപിടിക്കും. സോ യു കെൻ കാൽക്കുലേറ്റ് L/A. L/A or G star is equal to kappa into R. റെസിസ്റ്റൻസ് നമ്മൾ വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കും. കപ്പ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, അതിന്റെ കപ്പ വാല്യൂ ഓൾറെഡി അറിയാം. അത് വെച്ചിട്ട് നമ്മൾ ആ പർട്ടിക്കുലർ സെല്ലിന്റെ സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കും. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതൊരു ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ചാലും അതിന്റെ റെസിസ്റ്റൻസും അത് ഉപയോഗിച്ച് കപ്പ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടക്ടിവിറ്റിയുടെ അളവനുസരിച്ച്, മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് നമ്മൾ സബ്സ്റ്റൻസുകളുടെ ക്ലാസിഫിക്കേഷനാണ്.
So classification of substances based on magnitude of conductivity. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സബ്സ്റ്റൻസുകളെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് കണ്ടക്ടേഴ്സ്. ഈ കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ഹാവ് വെരി ഹൈ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി വളരെ കൂടുതലുള്ള വസ്തുക്കളെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നോർമലി നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മെറ്റൽസ്, അതിൻ്റെ അലോയ്സ്, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് കൂടാതെ ചില നോൺ മെറ്റൽസും കണ്ടക്ടർ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതിലൊരു എക്സാമ്പിൾ നമ്മുടെ കാർബൺ ബ്ലാക്ക് ആണ്. കാർബൺ ബ്ലാക്ക് ഉണ്ട്. പിന്നെ നമ്മളെ ഗ്രഫൈറ്റ്, പിന്നെ ചില ഓർഗാനിക് പോളിമേഴ്സ്. അതിലൊരു ഉദാഹരണം നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത് പോളിഎസിറ്റിലീൻ ആണ്. ഇങ്ങനെയുള്ള സബ്സ്റ്റൻസസ്, ഈ മൂന്നെണ്ണത്തിന്റെ പ്രത്യേകത മൂന്നും നോൺ മെറ്റൽസ് ആണ്. ബട്ട് സ്റ്റിൽ ദേ കം അണ്ടർ ദ കാറ്റഗറി ഓഫ് കണ്ടക്ടേഴ്സ്. കാരണം അതിനകത്ത് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അതാണ് ദ റെസ്പോൺസിബിൾ ഫോർ ദ കണ്ടക്ടിവിറ്റി. അപ്പോൾ ദീസ് ഓൾസോ കം അണ്ടർ കണ്ടക്ടേഴ്സ്. അപ്പോൾ കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത ഹൈ കണ്ടക്ടിവിറ്റി ഉള്ള വസ്തുക്കളാണ്. ഇത് സാധാരണ മെറ്റൽസും അതിൻ്റെ അലോയ്സുമാണ് ഈ വിഭാഗത്തിൽ വരുന്നത്. പക്ഷെ അത് കൂടാതെ ചില നോൺ മെറ്റൽസ്, ഇതുപോലെയുള്ള ചില നോൺ മെറ്റൽസും കണ്ടക്ടർ കാറ്റഗറിയിൽ വരുന്നുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത്തെ സബ്സ്റ്റൻസസ് എന്ന് പറയുന്നത് ഇൻസുലേറ്റേഴ്സ്. ഈ ഇൻസുലേറ്റേഴ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ദേ ഹാവ് ലോ കണ്ടക്ടിവിറ്റി വളരെ കുറവുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദേ ഹാവ് ലോ കണ്ടക്ടിവിറ്റി. ഇപ്പം നമ്മളുടെ ഗ്ലാസ് ആവട്ടെ, സെറാമിക്സ് ആവട്ടെ, റബ്ബർ ആവട്ടെ, അങ്ങനെയുള്ള വസ്തുക്കൾ വിച്ച് ഹാവ് ലോ കണ്ടക്ടിവിറ്റി, ദേ ആർ കോൾഡ് ഇൻസുലേറ്റേഴ്സ്. ഇനി മൂന്നാമത്തെ ഒരു വിഭാഗം കൂടി വരുന്നുണ്ട് വിച്ച് കംസ് ഇൻ ബിറ്റ്വീൻ. ദേ കോൾ സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ഹാവ് ഇന്റർമീഡിയറ്റ് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്റർമീഡിയറ്റ് കണ്ടക്ടിവിറ്റി എന്ന് വെച്ചാൽ കണ്ടക്ടറിന്റെ അത്രയില്ല, പക്ഷേ ഇൻസുലേറ്ററിന്റെ അത്ര കുറവുമല്ല. ഇവരുടെ ഇടയിൽ കണ്ടക്ടിവിറ്റി വരുന്ന വസ്തുക്കളെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ഫിസിക്സിൽ സിലിക്കൺ, അതുപോലെ തന്നെ ഡോപ്ഡ് സിലിക്കൺ, അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ തന്നെ ഈ സെമി കണ്ടക്ടർ കാറ്റഗറിയിൽ വരുന്നു. ഇത് കൂടാതെ കുറച്ചും കൂടി സുപ്പീരിയർ ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുണ്ട് വിച്ച് ആർ നോൺ ആസ് സൂപ്പർ കണ്ടക്ടേഴ്സ്. ഈ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ഹാവ് വെരി 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 ഹൈ കണ്ടക്ടിവിറ്റി, ഇൻഫിനിറ്റ് കണ്ടക്ടിവിറ്റിയാണ്. അതല്ലെങ്കിൽ യു കൻ സേ ദാറ്റ് ദേ ഹാവ് സീറോ റെസിസ്റ്റിവിറ്റി അല്ലെങ്കിൽ ഇൻഫിനിറ്റ് കണ്ടക്ടിവിറ്റി ഉള്ള വസ്തുക്കളെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സാധാരണ ഈ സൂപ്പർ കണ്ടക്ടർ വിഭാഗത്തിൽ വരുന്നത് മെറ്റൽസ്, മെറ്റൽ അലോയ്സ്. പക്ഷേ ഇതിൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ 0 to 15 കെൽവിൻ, ഈ ലോ ടെമ്പറേച്ചർ റേഞ്ചിൽ മാത്രമേ ഇവർ സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുള്ളൂ. ചില മെറ്റൽസ്, മെറ്റൽ അലോയ്സ് അറ്റ് ലോ ടെമ്പറേച്ചർ ഓഫ് 0 to 15 കെൽവിൻ മാത്രമേ ഇവർ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കുന്നുള്ളൂ. പക്ഷെ റീസെൻ്റ്ലി കുറച്ച് സെറാമിക്കുകൾ, കുറച്ച് മിക്സ്ഡ് ഓക്സൈഡുകൾ എന്ന് വെച്ചാൽ രണ്ട് ഓക്സൈഡുകളുടെ മിക്സ്ചർ. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Fe3O4 is an example of a mixed oxide. ഇങ്ങനത്തെ സാധനങ്ങളാണ് മിക്സ്ഡ് ഓക്സൈഡ്. ഇത് രണ്ടെണ്ണത്തിൻ്റെ കോമ്പിനേഷനാണ്, വിച്ച് മീൻസ് FeO പ്ലസ് Fe2O3. ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ഇത്. അങ്ങനെയുള്ള ഓക്സൈഡ്സിനെയാണ് നമ്മൾ മിക്സ്ഡ് ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചില സെറാമിക്കുകൾ, ചില മിക്സ്ഡ് ഓക്സൈഡുകളും സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ എക്സിബിറ്റ് സൂപ്പർ കണ്ടക്ടിങ് പ്രോപ്പർട്ടി അറ്റ് ഹൈ ടെമ്പറേച്ചർ ഓഫ് 150 കെൽവിൻ. ഇത്രയും ഹൈ ടെമ്പറേച്ചറിൽ വരെ സൂപ്പർ കണ്ടക്ടിവിറ്റി കാണിക്കാൻ പറ്റും എന്നതാണ് ഇവരുടെ പ്രത്യേകത. അപ്പോൾ നമ്മൾ കണ്ടക്ടിവിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ച് സബ്സ്റ്റൻസുകളുടെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. ഇനി now we should consider the classification of conductors. ഈ കണ്ടക്ടേഴ്സിനെ നമ്മൾ രണ്ട് വിഭാഗമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അതിനകത്തുള്ള കറണ്ട് ക്യാരിങ് പാർട്ടിക്കിൾസ് ഏതാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കണ്ടക്ടേഴ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് കാറ്റഗറി ഇസ് കോൾഡ് മെറ്റാലിക് കണ്ടക്ടേഴ്സ്. കാരണം ഇത് മെയിൻലി മെറ്റൽസ് ആണ് ഈ വിഭാഗത്തിൽ വരുന്നത്, മെറ്റാലിക് കണ്ടക്ടേഴ്സ്. ഈ മെറ്റാലിക് കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ കറണ്ട് ക്യാരിങ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളാണ്. ഇലക്ട്രോണുകളുടെ മൂവ്മെന്റ് കാരണമാണ് കറണ്ട് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ കറണ്ട് കണ്ടക്ഷൻ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ദീസ് ആർ ഓൾസോ നോൺ ആസ് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നു. ബിക്കോസ് ദ കറണ്ട് ക്യാരിങ് പാർട്ടിക്കിൾസ് ആർ ഇലക്ട്രോൺസ്, ദേ ആർ ഓൾസോ കോൾഡ് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ്. ഈ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സിന്റെ 3 പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കണ്ടക്ടിവിറ്റി എന്തിൻ്റെയൊക്കെ മേലെ ഡിപ്പെൻഡ് ചെയ്യും. അതിലൊന്നാമത്തെ കാര്യം അവിടെ പറഞ്ഞിട്ടുള്ളത് നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ മെറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ മെറ്റൽ. നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ മെറ്റൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, സാധാരണ മെറ്റൽസ് ഹാവിങ് ലോ അയണൈസേഷൻ എൻതാൽപ്പി.
അയണൈസേഷൻ എന്താൽപ്പി കുറവുള്ള മെറ്റലുകളാണ് നല്ല കണ്ടക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കണ്ടക്ടിവിറ്റിക്ക് കാരണം എന്ന് പറയുന്നത് ഈ ബാലൻസ് ഇലക്ട്രോൺ, മൊബൈൽ ഇലക്ട്രോൺസ് ആണ് കണ്ടക്ടിവിറ്റിക്ക് കാരണം. അപ്പോൾ ആ ഇലക്ട്രോൺസിനെ റിലീസ് ചെയ്യാൻ വളരെ കുറഞ്ഞ എനർജി മതിയെങ്കിൽ അത്തരത്തിലുള്ള മെറ്റൽസ്, ലോ അയണൈസേഷൻ എന്താൽപ്പി എന്ന് പറഞ്ഞാൽ എന്താ, ബാലൻസ് ഇലക്ട്രോണിനെ റിലീസ് ചെയ്യാൻ വളരെ കുറച്ച് എനർജി കൊടുത്താൽ മതി. അങ്ങനെയുള്ള മെറ്റൽസ് അത് വളരെ ഹൈ കണ്ടക്ടിവിറ്റി കാണിക്കും. അപ്പോൾ നേച്ചറും മെറ്റലിൻ്റെ സ്ട്രക്ചറും അനുസരിച്ച് കണ്ടക്ടിവിറ്റിക്ക് മാറ്റമുണ്ടാകും. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് പെർ ആറ്റം. വാലൻസ് ഇലക്ട്രോൺസ്, നമുക്ക് ഈ വാലൻസ് ഇലക്ട്രോൺസ് ആണ് കണ്ടക്ടിവിറ്റിക്ക് കാരണം. വാലൻസ് ഇലക്ട്രോൺസ് ആണ് പിന്നീട് മൊബൈലായിട്ട് മാറുന്നത്. സോ വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റി കൂടും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ്. മൂന്നാമത്തത് ടെമ്പറേച്ചർ. ഈ മെറ്റാലിക് കണ്ടക്ടറെ സംബന്ധിച്ചിടത്തോളം ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് കണ്ടക്ടിവിറ്റി കുറയുകയും ചെയ്യുന്നു. കാരണം എന്താ, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കണ്ടക്ടിവിറ്റിയും കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മെറ്റാലിക് കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത ഇലക്ട്രോൺസ് ആണ്, കറന്റ് ക്യാരിങ് പാർട്ടിക്കിൾസ്, സോ ദേ ആർ കോൾഡ് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ്. അതിൻ്റെ കണ്ടക്ടിവിറ്റി ഡിപ്പെൻഡ്സ് ഓൺ നേച്ചർ ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ മെറ്റൽ. രണ്ടാമത്തത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് പെർ ആറ്റം. ആൻഡ് തേർഡ് വൺ ഇസ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയും പറഞ്ഞിട്ടുണ്ട്. അതിന് കാരണം റെസിസ്റ്റൻസ് ഇൻക്രീസസ്. ഓക്കെ, ഈ കണ്ടക്ടേഴ്സിലെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വി ആർ മോർ കൺസേൺഡ് അബൌട്ട് ദം. They're called electrolytic conductors. Electrolytic conductors. Okay, electrolytic conductorsന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവരിൽ കറന്റ് ക്യാരിങ് പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് നെഗറ്റീവ് അയോണുകളാണ്. Ions are responsible for conduction of electricity. അപ്പോൾ അതുകൊണ്ട് they are also known as ionic conductors. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ കറന്റ് ക്യാരിങ് പാർട്ടിക്കിൾസ് പോസിറ്റീവ് നെഗറ്റീവ് അയോണുകളാണ്. സോ ദേ ആർ ഓൾസോ നോൺ ആസ് അയണിക് കണ്ടക്ടേഴ്സ്. നമുക്ക് ഇതിന്റെ കണ്ടക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്നാമത്തെ കാര്യം നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 2 ടൈപ്പ് ഇലക്ട്രോലൈറ്റുകളെ പഠിച്ചിട്ടുണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, വീക്ക് ഇലക്ട്രോലൈറ്റ്. നോക്കൂ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ്, വീക്ക് ഇലക്ട്രോലൈറ്റ് പാർഷ്യലി അയണൈസ്ഡ്. അപ്പോൾ നമുക്ക് കൂടുതൽ അയോൺസ് ഉണ്ടാവുക സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. അയോൺ കൂടുതലാകുമ്പോൾ കണ്ടക്ഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നിന്ന് കൂടുതൽ അയോൺസ് ഉണ്ടാവും. സോ അത് ബെറ്റർ കണ്ടക്ടർ ആയിരിക്കും. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. രണ്ടാമത്തെ കാര്യം സൈസ് ഓഫ് അയോൺസ് ആൻഡ് ഇറ്റ്സ് സോൾവേഷൻ. അയോണുകളുടെ വലുപ്പം നിങ്ങൾക്കറിയാം, ചെറിയ അയോണുകൾക്ക് വേഗത്തിൽ മൂവ് ചെയ്യാൻ പറ്റും. സൈസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ മൊബിലിറ്റി കുറയും. അങ്ങനെയാണല്ലോ. അപ്പോൾ ചെറിയ അയോണുകൾക്ക് മൂവ്മെൻറ്റ് കൂടുതലാണ്. രണ്ടാമത് സോൾവേഷൻ. സോൾവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏതൊരു പെർട്ടിക്കുലർ അയോൺ ആണെങ്കിലും അതിനെ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് അല്ലെങ്കിൽ സോൾവെന്റ് മോളിക്യൂൾസ് വന്നിട്ട് സറൗണ്ട് ചെയ്യും. സോൾവെന്റ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ്ലി ചാർജ്. ഇപ്പോൾ സോൾവെന്റ് മോളിക്യൂൾസ് വെച്ചാൽ വാട്ടർ മോളിക്യൂൾസ് ആണെന്ന് വിചാരിച്ചു, സോൾവെന്റ് മോളിക്യൂൾസ് വന്നിട്ട് സറൗണ്ട് ചെയ്യും. സോ ദാറ്റ്സ് കോൾഡ് സോൾവേഷൻ. സോറി. അപ്പോൾ ഏതൊരു അയോണും വിൽ ബി സറൗണ്ടഡ് ബൈ ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് അല്ലെങ്കിൽ ഇറ്റ് വിൽ ബി സറൗണ്ടഡ് ബൈ ദി സോൾവെന്റ് മോളിക്യൂൾസ്. അപ്പോൾ ഈ ഇങ്ങനെ അയോണുകൾ കൂടുതൽ സോൾവെന്റ് മോളിക്യൂൾസിനെ വന്ന് സറൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സോൾവേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇതിന് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരു ക്രൗഡിൽ നിൽക്കുന്ന ആൾക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ല. അതേപോലെ തന്നെയാണ് സോൾവേഷൻ കൂടിക്കഴിഞ്ഞാൽ അയോണ് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സൈസ് കുറവുള്ള അയോണുകൾക്ക് വേഗം മൂവ് ചെയ്യാം, സോൾവേഷൻ കുറയുമ്പോഴും വേഗം മൂവ് ചെയ്യാം. പിന്നെ മൂന്നാമത്തെ കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് നേച്ചർ ഓഫ് സോൾവെന്റ്, ഇറ്റ്സ് വിസ്കോസിറ്റി ആൻഡ് ഇറ്റ്സ് വിസ്കോസിറ്റി. സോൾവെന്റിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് സോൾവെന്റ്സ് ആണ് നമുക്കുള്ളത്, പോളാർ, നോൺ പോളാർ. പോളാർ സോൾവെന്റ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ഫേവർ അയണൈസേഷൻ. അയണൈസേഷൻ പെട്ടെന്ന് നടക്കും, കൂടുതൽ അയോൺസ് ഉണ്ടാവും, കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ പോളാർ സോൾവെന്റ് ആണെങ്കിൽ അതിൻ്റെ കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും, കാരണം അതിനകത്ത് അയണൈസേഷൻ പെട്ടെന്ന് നടക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം വിസ്കോസിറ്റി. നിങ്ങൾക്കറിയാം വിസ്കോസിറ്റി എന്ന് പറയുന്ന കാര്യം നമ്മുടെ മൂവ്മെൻറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അപ്പോൾ നിങ്ങളുടെ സോൾവെൻറ്റിന് വിസ്കോസിറ്റി കൂടുതലാണെങ്കിൽ ഇറ്റ് വിൽ ഡിക്രീസ് ദ മൊബിലിറ്റി ഓഫ് അയോൺസ്. ഓക്കെ, ഇനി നാലാമത്തത് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. നമുക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അയോണുകൾ വളരെ അടുത്തടുത്തായിരിക്കും. കോൺസെൻട്രേഷൻ കൂടിയ ഒരു സൊല്യൂഷനകത്ത് അയോൺസ് വളരെ അടുത്തായിരിക്കും. അപ്പോൾ ക്രൗഡിങ് കൂടുതലായിരിക്കും.
അപ്പോൾ കോൺസെൻട്രേഷൻ കൂടി കൂടി വരുന്നതിനനുസരിച്ച് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ആ അയോണുകളുടെ മൂവ്മെൻറ്റ് കുറഞ്ഞു വരും, മൊബിലിറ്റി കുറഞ്ഞു വരും. അപ്പോൾ കോൺസെൻട്രേഷൻ ഇസ് another factor which affects conductivity. And the last one is temperature. നോക്കൂ, ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ഈ ഇലക്ട്രോലൈറ്റ്സിൻ്റെ കണ്ടക്ടിവിറ്റി സാധാരണ കൂടുക ചെയ്യുക, കണ്ടക്ടിവിറ്റി ഇൻക്രീസസ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് അയോണുകളുടെ കൈനറ്റിക് എനർജി കൂടും, അതിൻ്റെ മൊബിലിറ്റി കൂടും. കൈനറ്റിക് എനർജി കൂടും, മൊബിലിറ്റി കൂടും, സോ കണ്ടക്ടിവിറ്റി ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ഇത് മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സാണ്. ഒന്ന് നമ്പർ ഓഫ് അയോൺസ്, അത് കൂടിക്കഴിഞ്ഞാൽ കണ്ടക്ടിവിറ്റി കൂടും. പിന്നെ രണ്ടാമത്തെ കാര്യം മൊബിലിറ്റി. ഇത് ആദ്യം നിങ്ങൾ ഓർമ്മിക്കണം, എപ്പോഴും നമ്മൾ കണ്ടക്ടിവിറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സാണ് കണ്ടക്ടിവിറ്റീനെ ബാധിക്കുന്നത്. അയോണുകളുടെ എണ്ണം കൂടിയാൽ കണ്ടക്ടിവിറ്റി കൂടും, മൊബിലിറ്റി കൂടിയാലും കണ്ടക്ടിവിറ്റി